ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ. എല്ലാം കുഞ്ഞിൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് വിരിച്ചിട്ടേക്കുന്നത്. കാരണം അവൾക്ക് ഇപ്പോഴും ഡ്രസ്സ് മാറുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മഴയൊക്കെ അല്ലേ, അപ്പം ഉണങ്ങാൻ ഭയങ്കര പാടായതുകൊണ്ട് നമ്മൾ കിടക്കുന്ന റൂമിലിട്ടാണ് കേട്ടോ തുണിയൊക്കെ ഉണക്കുന്നത്. അപ്പം ഇന്ന് എന്നാന്ന് വെച്ചാൽ നമ്മളിന്ന് വീട്ടിൽ പോവുകയാണ് ഗൈസ്. വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ്. എന്നാൽ സങ്കടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടമാണ്. സങ്കടം എന്നാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സാണ് കേട്ടോ, അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേനും ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിനിപ്പുറം നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലുണ്ട് ഗൈസ്. ഇത്രയും പേപ്പർ എടുത്ത് വെച്ചേക്കുന്ന മൊത്തം പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്നെ ഈ വീഡിയോ എടുക്കണമെന്നല്ലേ, പെട്ടെന്നാണ് വീഡിയോ എടുക്കാൻ തോന്നിയത്. അപ്പോൾ ഈ പേപ്പർ എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇനി ഞാൻ പഠിക്കാൻ പോവാണ്. ഓരോരോ മണിക്കൂർ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് എക്സാമുണ്ട്, മോഡൽ എക്സാമാണേ. ഒന്നും നോക്കിയിട്ടില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാമെന്ന് ഓർത്ത് എടുത്ത് വെച്ചതാണ്. ഇവിടെ ഇന്ന് ഇച്ചിരി വെയിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ രാവിലെ തന്നെ അലക്കിയിട്ടു. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഇനിയിപ്പം ഞാൻ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി കാണിക്കാം. ഇനിയിപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടല്ലേ ഞാൻ. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഇടുകയും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ പറയണം. ഇപ്പോൾ ലൈവ് അങ്ങനെ കുറേ ആയിട്ട് ഞാൻ വരുന്നില്ല. ലൈവ് നേരത്തെ വന്നുകൊണ്ടിരുന്നപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആരും എന്നെ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ ലൈവൊക്കെ വരാം. അപ്പം ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല വെയിലാണ് കേട്ടോ. ഗൈസ്, നല്ല വെയിലാണ്. എത്ര നേരത്തേക്കാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അല്ലാത്ത തുണികളൊക്കെ എടുത്തിട്ട് കഴിയുമ്പോഴത്തേനും മഴയങ്ങ് വരും. അപ്പോൾ അതിലും നല്ലത് ഇടാതെ ഉള്ള തുണി അങ്ങ് തോർന്ന് കിട്ടട്ടെ എന്ന് ഓർത്തു. പെട്ടെന്ന് തന്നെ വെയിൽ വരും, പെട്ടെന്ന് തന്നെ മങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് തുണിയെല്ലാം ഞാൻ നിലത്തെ കൂടെയും കസാരയിൽ കൂടെയും ഒക്കെ ഞാൻ തുണി വിരിച്ചിട്ടേക്കുവാണേ. ഉണങ്ങി കിട്ടുവാണെങ്കിൽ ഉണങ്ങി എടുത്ത് വെച്ചിട്ട് വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എല്ലാം വിരിച്ചിട്ടേക്കുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ടേ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് തുണിയെല്ലാം ഞാൻ നിലത്തെ കൂടെയും കസാരയിൽ കൂടെയും ഒക്കെ ഞാൻ തുണി വിരിച്ചിട്ടേക്കുവാണേ. ഉണങ്ങി കിട്ടുവാണെങ്കിൽ ഉണങ്ങി എടുത്ത് വെച്ചിട്ട് വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എല്ലാം വിരിച്ചിട്ടേക്കുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ടേ. അപ്പോൾ ഗൈസ്, ഇന്ന് വെയിലായതുകൊണ്ട് തന്നെ തുണികളെല്ലാം ഉണങ്ങി കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ പോകാനുള്ള ഒരുക്കമാണ്. കൊച്ചു വന്നിട്ടില്ല കേട്ടോ. കൊച്ചു 3:30 ആകുമ്പോഴത്തേനും വരും. അപ്പോൾ അവളെയും കൂട്ടി അവളെ ഒരുക്കിക്കൊണ്ട് വേണം പോകാൻ. അവൾ ഓൾറെഡി ഒരുങ്ങിയായിരിക്കും വരുന്നത്. പക്ഷേ രാവിലെ പോയ കോലം ആയിരിക്കത്തില്ല വൈകുന്നേരം വരുമ്പോൾ. അപ്പോൾ അവളെ ഒന്ന് റെഡിയാക്കണം, എന്നിട്ട് ഇറങ്ങണം. അപ്പം മേക്കപ്പൊന്നും ഇട്ടിട്ടില്ല. അവൾ വന്നതിന് ശേഷം ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോവാണ് കേട്ടോ ഗൈസ്. വീട്ടിലോട്ട് പോവാണ്. ചാർജ് കുത്തിയിട്ടേക്കുമായിരുന്നു, അതങ്ങ് ഊരിയതാണ് ഗൈസ്. ചാർജർ കൊണ്ടുപോകുന്നില്ല, ചാർജർ വീട്ടിലുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി പോകും വഴിയുള്ള വിശേഷങ്ങൾ. ഇത് എന്നതാ കുഞ്ഞി വരച്ചോണ്ടിരിക്കാനൊക്കെ നേരമുണ്ടോ കുഞ്ഞാപ്പി? ഗൈസ്, ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ. കുഞ്ഞാപ്പി ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയേ. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ചെന്ന് നിന്നൊരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി വന്നായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കണ്ട വണ്ടിയിൽ തന്നെ ചാടി കയറി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബസ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ആ വണ്ടിയിൽ തന്നെ ചാടി കയറി കേട്ടോ. പക്ഷെ നമുക്ക് ഒത്തിരി സമയമുണ്ട് കേട്ടോ ബസ് വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവിടെ പോയി കുറേ നേരം നിൽക്കേണ്ട വരുമായിരിക്കും. പക്ഷെ എനിക്ക് അധികം നേരം നിൽക്കേണ്ട വന്നിട്ടില്ല കേട്ടോ ഗൈസ്. ഞാൻ വീട്ടിലെത്തി. എനിക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ബസ്സും കിട്ടിയായിരുന്നു കേട്ടോ, വീടിൻ്റെ അതിലൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ചിക്കൻ കറിയൊക്കെ വെക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ അമ്മ സ്പെഷ്യലായിട്ട് എപ്പോഴും ഉണ്ടാക്കും കേട്ടോന്നേ. പിന്നെ ചക്ക ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം ഒന്നും നോക്കണ്ട കേട്ടോ, അപ്പടി വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അപ്പം ബാക്ക് വശത്ത് ഇങ്ങനെ റംബുട്ടാൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് പറിച്ചു. പിന്നെ ചക്ക അമ്മ കീന്തുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നല്ല കേട്ടോ, ഞങ്ങൾ പിള്ളേർ വന്നു കഴിയുമ്പോൾ എപ്പോഴും സ്പെഷ്യലായിട്ട് അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അമ്മ സീരിയലൊക്കെ കണ്ട് ഞാൻ എപ്പോഴും വരുമ്പോൾ ഈ ഒരു നൈറ്റിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ചക്കയൊക്കെ തിന്നാൻ പോവാനേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.